പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം 44. ആദിശേഷം ആദികേശും കുഞ്ഞുങ്ങളെ തലോടിയും കവിളിൽ പിടിച്ചും എല്ലാം നോക്കുന്നുണ്ട്. അമ്മേ, ഞങ്ങൾ എടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് മക്കളെ അവർ രണ്ടുപേരും കയ്യിൽ വാങ്ങി. അവർ സോഫയിൽ വന്ന് ഇരുന്നു. കുഞ്ഞുങ്ങളെ മടിയിൽ വെച്ച് അവരോട് സംസാരിക്കുന്നത് കണ്ട അനന്തപത്മനാഭനും അംബികയും ഗൗരിയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അവർ ചെയ്യുന്നത് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൗരി. അപ്പോഴേക്കും അവർക്കുള്ള ചായയുമായിട്ട് സർവൻസ് രണ്ടുപേർ അങ്ങോട്ട് വന്നു. എല്ലാവർക്കും ചായ കൊടുത്ത് അവർ പോയതിനു ശേഷം അനന്തപത്മനാഭൻ സംസാരിക്കാൻ തുടങ്ങി. എന്നെക്കുറിച്ച് നിങ്ങൾക്കറിയോ എന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അനന്തപത്മനാഭൻ. തൃശ്ശൂർ തന്നെയാണ് എൻ്റെ തറവാട്. പാരമ്പര്യമായിട്ട് ടെക്സ്റ്റൈൽസും ജ്വല്ലറി ബിസിനസ്സുമാണ് എൻ്റെ ഫാദറിനടക്കമുള്ളത്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒരേ ഒരു മകനായിരുന്നു. എൻ്റെ അമ്മയും അച്ഛനും ഞങ്ങളെ വിട്ടുപോയിട്ട് 8 വർഷമാകുന്നു. അച്ഛന് സഹോദരന്മാരുണ്ട്, അവർക്കും മക്കളുണ്ട്. എന്നെപ്പോലെ തന്നെ അവരും ടെക്സ്റ്റൈൽസ് ബിസിനസ്സും ജ്വല്ലറിയും എല്ലാം ഉണ്ട്. പക്ഷേ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഒരു ബിസിനസ് നോക്കി നടത്താൻ പ്രാപ്തനായി എന്ന് തോന്നിയപ്പോൾ തന്നെ എൻ്റെ കയ്യിലേക്ക് ബിസിനസ് ഏൽപ്പിച്ചു തന്നു. ഒരു ജ്വല്ലറിയും ഒരു ടെക്സ്റ്റൈൽസുമായിരുന്നു അച്ഛൻ എന്നെ ഏൽപ്പിച്ചത്. അവിടെ നിന്നും ഞാനിപ്പോൾ 11 ജ്വല്ലറികളും 11 ടെക്സ്റ്റൈൽസുമായിട്ട് എത്തി നിൽക്കുന്നു. അച്ഛൻ തന്നതിൽ നിന്നും ഞാൻ ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത് എല്ലാം. അതിന് എൻ്റെ കൂടെ നിഴലായി എനിക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നത് ഈ കാണുന്ന എൻ്റെ ഭാര്യ. വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മൂത്ത മകൻ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും രണ്ടാമത്തെ മകനും കൂടി ഉണ്ടായി. അപ്പോഴേക്കും ഞാൻ തിരക്കിലായിരുന്നു. ബിസിനസ് വളർത്തിയെടുക്കാനുള്ള നെട്ടോട്ടമായിരുന്നു. അന്ന് എൻ്റെ എതിരാളിയായിട്ട് നിന്നത്, അല്ലെങ്കിൽ ബിസിനസ്സിൽ എനിക്കൊരു കോമ്പറ്റീഷനായിട്ട് നിന്നത് അച്ഛൻ്റെ അനിയനും അവരുടെ മക്കളും തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് ആരെയും നശിപ്പിക്കണമെന്നോ അവരുടെ ബിസിനസ് തകർക്കണമെന്നോ ഉണ്ടായിരുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ് എല്ലാം. ഞാൻ ആ തിരക്കിൽ നടക്കുമ്പോൾ എല്ലാം വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും എല്ലാം ഇയാൾ തന്നെയാണ് നോക്കിയത്. എന്നെ ഒന്നും അറിയിച്ചിട്ടില്ല. കൂടെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങളും ഭംഗിയായി തന്നെ അംബിക നോക്കി നടത്തി. കേരളത്തിലും ഇന്ത്യക്ക് അകത്തും പുറത്തുമായി ഞാൻ ബിസിനസ് കൊണ്ടുപോയി. പിന്നെ പറയാൻ മറന്നു, അംബികയുടെ ഫാമിലി. ഇയാൾ ഗരുഡമന എന്ന തറവാട്ടിലെ ഏക പെൺകുട്ടിയാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇയാളുടെ അച്ഛനും അമ്മയും മരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരേ കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത്. അങ്ങനെ ഇഷ്ടപ്പെടുകയായിരുന്നു ഞാൻ ഇയാളെ. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം കോടികൾ ആസ്തിയുള്ള ഗരുഡമന എന്ന തറവാട് ഇയാളുടെ പേരിൽ മാത്രമായി. അതിലേക്ക് കൈകടത്താൻ ഇയാളുടെ അമ്മാവന്മാരും ചെറിയച്ഛന്മാരും വല്യച്ഛന്മാരും എല്ലാവരും മത്സരമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇയാളെ വിവാഹം ആലോചിച്ച് ചെല്ലുന്നത്. പക്ഷേ അതിന് അയാളുടെ വീട്ടുകാർ എന്തൊക്കെയോ ന്യായങ്ങൾ പറഞ്ഞു. എനിക്ക് ഇയാളെ വിവാഹം കഴിച്ച് തരില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ പെരുമാറ്റത്തിൽ എനിക്ക് ദേഷ്യം വന്നു. ആ സമയം പ്രണയം തലക്ക് പിടിച്ചു നിൽക്കുന്ന സമയം എന്നൊക്കെ പറയില്ലേ, ഞാൻ പോയി ഇയാളെ വിളിച്ചു കൊണ്ടുവന്നു. കോളേജിൽ പഠിക്കുന്ന സമയമാണെന്ന് ഓർക്കണം. പെട്ടെന്ന് വിളിച്ചു കൊണ്ടുവരാൻ കാരണമുണ്ട് കേട്ടോ. ഇയാൾക്ക് വീട്ടുകാർ വേറെ ഒരു വിവാഹം ഉറപ്പിച്ചു എന്ന് ഇയാൾ പറഞ്ഞപ്പോഴാണ് ഞാൻ വിളിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതപ്രകാരം തന്നെയാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നെ പഠനം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ നടത്തി. ഒരുപാട് എതിരാളികളും പ്രശ്നങ്ങളും ഇയാളുടെ ഫാമിലിയിൽ നിന്ന് ഉണ്ടായെങ്കിലും എൻ്റെ അച്ഛൻ്റെ പണവും പ്രശസ്തിയും ആൾബലം കൊണ്ടും എല്ലാം അതിനെ അച്ഛൻ തന്നെ നേരിട്ടു. കാരണം അച്ഛൻ എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, എന്നെ വിശ്വാസമായിരുന്നു. അവിടെ നിന്നും ബിസിനസ് ഞാൻ ഏറ്റെടുക്കാൻ തുടങ്ങിയത്. അതോടൊപ്പം എൻ്റെ പഠനവും പൂർത്തിയായി. ഇയാളോടും ബിസിനസ് രംഗത്തേക്ക് എന്നെ സഹായിക്കാനായിട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ടും വേണ്ട, ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ നോക്കി നിന്നോളാം എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൊടുകയായിരുന്നു. സന്തോഷകരമായ ഒരു കുടുംബജീവിതം തന്നെയായിരുന്നു ഞങ്ങളുടെ. അച്ഛനും അമ്മയ്ക്കും നല്ല മരുമകളായും എൻ്റെ തിരക്കുകളെല്ലാം കണ്ടറിഞ്ഞ് എൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന നല്ല ഭാര്യയായിട്ടും ഇയാളുണ്ടായിരുന്നു. ഞങ്ങളുടെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് മക്കളും കൂടി വന്നതോടുകൂടി പിന്നെ പറയണ്ടല്ലോ, സ്വർഗതുല്യമായ ജീവിതമായിരുന്നു. പക്ഷേ ഞങ്ങൾ ആരും അറിയാതെ പോയ ഞങ്ങളുടെ സന്തോഷത്തിലേക്ക് കരിനിഴൽ വീഴ്ത്താനായിട്ട് ആളുകൾ അവസരം നോക്കി നിൽക്കുന്നത്
അറിയാതെയായിരുന്നു ഞങ്ങൾ സന്തോഷിച്ചു കൊണ്ടിരുന്നത്. അതിന് ഇരട്ടി മധുരം പോലെയാണ് 4 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇയാൾ പ്രഗ്നൻ്റ് ആണെന്ന് ഞങ്ങൾ അറിയുന്നത്. അതും ഇരട്ട കുട്ടികൾ എന്നറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു. അച്ഛനും അമ്മയ്ക്കും സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പക്ഷേ ആ സന്തോഷത്തിന് ഒരുപാട് ആയുസ്സുണ്ടായിരുന്നില്ല എന്ന് മാത്രം. ഇയാൾക്ക് പ്രഗ്നൻസിയുടെ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ചെറുതെന്ന് പറയാൻ പറ്റില്ല, വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കൂടെ ഞാൻ വേണമെന്നുള്ള വാശിയും അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. 2 പ്രഗ്നൻസി സമയത്തും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനും കൂടെ നിൽക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം തിരക്കുള്ള സമയമായിരുന്നിട്ട് പോലും എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ മറ്റെന്ത് കാര്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും കൂടെ തന്നെ ഇയാളുടെ ഒപ്പം നിന്നു. അതിനിടയ്ക്ക് ഇയാളുടെ അമ്മാമ്മമാരും ചെറിയച്ഛന്മാരും എല്ലാം അവരുടെ വഴക്കെല്ലാം മറന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അത് ഇയാൾക്ക് ഒത്തിരി സന്തോഷമുണ്ടാക്കിയിരുന്നു. എന്നാലും ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ അവരുമായിട്ട് കൂടാൻ നിന്നില്ല. ഞങ്ങളുടെ ബിസിനസ് ഓരോ ദിവസം ചെല്ലുന്തോറും ഉയർച്ചകളിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് തിരക്കും എനിക്ക് കൂടി വന്നു. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഫാമിലി ബിസിനസ്സിലൊന്നും ഞാൻ കൈകടത്തിയിരുന്നില്ല. ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലിയിലുള്ള ആരും. അതുകൊണ്ട് അതെല്ലാം നോക്കി നടത്തിയത് ഇയാളുടെ ചെറിയച്ഛന്മാരും വലിയച്ഛന്മാരും അമ്മാവന്മാരും എല്ലാം കൂടി തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾക്ക് 4-5 മാസമുള്ള സമയത്ത് അവരെല്ലാവരും കൂടി വരുന്നത്. ഞങ്ങൾ അവരെ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചു. അവർ ഇയാളുടെ ഫാമിലി ബിസിനസ് എന്നോട് നോക്കി നടത്താൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ഇപ്പോൾ എങ്ങനെ പോകുന്നു അതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ എന്ന്. എനിക്കതിൽ താല്പര്യമില്ല. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞത്. പിന്നീട് അങ്ങോട്ട് ഇടയ്ക്കിടെ വീട്ടിൽ വരികയും മക്കളെയും ഇയാളെയും കാണുകയും എൻ്റെ അച്ഛനോടും അമ്മയോടും എല്ലാം സംസാരിക്കുകയും മറ്റും ചെയ്തു. നല്ല സ്നേഹത്തോടെയായിരുന്നു അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. പിന്നീട് ഇയാളുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്കും അവരുടെ പ്രവൃത്തികളിലൊന്നും സംശയം തോന്നിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പുതിയ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ നടക്കാൻ പോകുന്ന സമയമായതുകൊണ്ട് ഞാൻ കുറച്ച് തിരക്കായിരുന്നു. ആ ഷോപ്പ് ദുബായിലായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു. 9 മാസം ആവാൻ പോകുന്നതേയുള്ളൂ എന്നുള്ള ധൈര്യത്തിൽ ഞാൻ പോവുകയും ചെയ്തു. ഇയാൾ നിർബന്ധിച്ചാണ് എന്നെ പറഞ്ഞു വിട്ടത്. കാരണം അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇയാളുടെ ഡെലിവറി സമയമാകുമ്പോൾ ഇയാളുടെ കൂടെ മുഴുവനും നിൽക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു ഇയാൾ എന്നെ ആ സമയത്ത് പറഞ്ഞു വിടാനുള്ള കാരണം. ഞാനും അതോർത്തപ്പോൾ നല്ലതാണെന്ന് തോന്നി. പിന്നെ സഹായത്തിന് അച്ഛൻ, അമ്മ, സെർവൻസ് അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇയാൾക്ക് വേണ്ടി പ്രത്യേകം ഡോക്ടറെ വരെ ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇരട്ടക്കുട്ടികളാണ്. ഇയാൾക്ക് നടക്കാനും മറ്റും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നല്ല റെസ്റ്റ് എടുക്കുന്ന ടൈം കൂടിയായിരുന്നു. അങ്ങനെ ഞാൻ ദുബായ്ക്ക് പോയി. ഒരു 4 ദിവസം കഴിഞ്ഞ് ഇയാൾക്ക് 9 മാസം അടുക്കാറായ ടൈമിൽ പെയിൻ വന്നു. പെട്ടെന്നായതുകൊണ്ട് അച്ഛനും അമ്മയും ഡോക്ടറും കൂടി വേഗം, എന്താണ് ഈ സമയത്ത് ഇങ്ങനൊരു പെയിൻ എന്നറിയില്ലല്ലോ, വേഗം അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. രാത്രിയായിരുന്നു, 11 മണി സമയത്തിനടുത്തായിരുന്നു. മക്കളെ 2 പേരെയും വീട്ടിൽ തന്നെ നിർത്തി. വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകനും ഭാര്യയും അവരുടെ മക്കളെല്ലാവരും ഉണ്ടായിരുന്നു. അവർ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞതുകൊണ്ട് രാത്രി സമയമായതുകൊണ്ടും മക്കളെ കൊണ്ടുപോയില്ല. അച്ഛനും അമ്മയും കൂടിയാണ് പോയത്. എന്നെ അറിയിച്ചു. അന്ന് രാവിലെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുകയുള്ളൂ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് ദുബായിലെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഷോപ്പ് ഉദ്ഘാടനമാണ്. അറിയാലോ, അതിൻ്റെ ടെൻഷൻസായിട്ട് നിൽക്കുന്ന ടൈമാണ് ഞാനിതറിയുന്നത്. അവിടെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞേൽപ്പിച്ച് പോരാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എന്നെ അച്ഛൻ വിളിച്ചു. അംബികയ്ക്ക് നല്ല ബ്ലീഡിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാനും ശരിക്കും പേടിച്ചു പോയി. അമ്മയും ആകെ അതെല്ലാം കേട്ടപ്പോൾ തളർന്നു പോയി. സെക്ഷൻ നടത്തണമെന്ന് പറഞ്ഞു. അച്ഛനും എൻ്റെ അവിടെയുള്ള മാനേജർ അടക്കം എല്ലാവരും അതിനു വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്നു. ബ്ലഡും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തു. അന്ന് നല്ല മഴയുള്ള ദിവസം കൂടിയായിരുന്നു. അങ്ങനെ ഡെലിവറി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഡോക്ടർ അച്ഛനെ വിളിപ്പിച്ചു. അച്ഛനെ വിളിപ്പിച്ചപ്പോൾ പറഞ്ഞത് ഒരു കുട്ടിയെ അവർക്ക് രക്ഷിക്കാൻ പറ്റിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അച്ഛനാകെ തകർന്നു പോയി. അമ്മയോട് എങ്ങനെ പറയും, ഇയാളോട് എങ്ങനെ പറയും? ആ സമയം ഞാനും ഇവിടെയില്ല. അങ്ങനെ അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞു, അവർ ഞങ്ങളുടെ ജീവനില്ലാത്ത കുഞ്ഞിൻ്റെ ബോഡി കാണിച്ചു. ഇയാൾ തളർന്നു വീണു.
പക്ഷേ ഒരു മോളെ കിട്ടിയല്ലോ, അയാളെ രക്ഷിക്കാൻ പറ്റിയല്ലോ എന്നുള്ള സമാധാനത്തിൽ എല്ലാവരും ആശ്വസിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമല്ല, എൻ്റെ അച്ഛൻ, അമ്മ, ഞങ്ങൾ രണ്ട് മക്കൾക്കും അതുമായി പൊരുത്തപ്പെടാൻ ഒരുപാട് സമയമെടുത്തു. കാരണം ഇവർ രണ്ടുപേരും അവർക്ക് രണ്ട് കുഞ്ഞുവാവമാരാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറഞ്ഞുള്ള സന്തോഷത്തിലായിരുന്നു. അതുപോലെ തന്നെ അമ്മയും അച്ഛനും എല്ലാം. ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ഇരട്ട കുഞ്ഞുങ്ങളാണ്. അതിൻ്റെ ഒരു സന്തോഷം ഒരുപാടായിരുന്നു. ആ സന്തോഷത്തിന് മേലാണ് ദൈവം ഞങ്ങളെ സങ്കടത്തിലാക്കിയത്. പിന്നീട് കുറേ നാളെടുത്തു ഞങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോരാൻ. പിന്നീട് ഞാൻ വീണ്ടും തിരക്കിലായി. ഇയാളും കുട്ടികളുടെ കാര്യം നോക്കി തിരക്കിലായി. ആ സമയത്ത് അമ്മയ്ക്കും വയ്യാതായി, അച്ഛനും. പിന്നെ ഞങ്ങൾ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കുറച്ചു നാൾ മുമ്പ് ഞാൻ യാദൃശ്ചികമായിട്ട് മോളെ കണ്ടു. ഇവിടെ തൃശ്ശൂർ വെച്ച് ഒരു ബേക്കറിയിൽ നിന്നും ഇറങ്ങി വരുന്നതാണ് കണ്ടത്. ശരിക്കും ഷോക്കായിപ്പോയി. കാരണം ആദിലക്ഷ്മിയെ പോലെ തന്നെ ഇരിക്കുന്നു. ഞാൻ ലക്ഷ്മിയാണെന്ന് വിചാരിച്ച് ഫോണിൽ വിളിച്ചു. പക്ഷേ മോള് അപ്പോൾ വീട്ടിലുണ്ടെന്നാണ് പറഞ്ഞത്. ആരോടും എനിക്കിത് പറയാൻ പറ്റിയില്ല. കാരണം എൻ്റെ തോന്നലായിരിക്കും എന്ന് കരുതിയത്. പക്ഷെ പിന്നീട് എല്ലാ ദിവസവും ഞാൻ ആ വഴി യാത്ര ചെയ്യാൻ തുടങ്ങി. എന്തോ എന്നെ അങ്ങോട്ട് ആരോ കൊണ്ടുപോകുന്നത് പോലെ ഒരു തോന്നൽ. അങ്ങനെ ഞാൻ അന്വേഷിച്ചു. ഒരിക്കൽ അച്ഛൻ്റെ ഒപ്പം ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ഞാൻ പുറകെ പോയി വീട് കണ്ടുപിടിച്ചു. പിന്നെ ഞാൻ ഇയാളെക്കുറിച്ച് ആളുകളെ വിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വില്ലേജ് ഓഫീസർ രാജേന്ദ്രൻ്റെയും മായയുടെയും മകളാണെന്ന് അറിഞ്ഞത്. പക്ഷേ എവിടെയൊക്കെയോ ചെറിയ സംശയങ്ങൾ. കാരണം ഇവർ പെട്ടെന്ന് ഇവിടെ വന്ന് താമസിച്ചതാണ്. അന്ന് ഇവർ വരുമ്പോൾ ഇവരുടെ കൂടെ കുഞ്ഞുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അതിലെനിക്ക് സംശയമൊന്നും പിന്നെ തോന്നിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ നമ്മുടെ ഷോപ്പിലിരിക്കുന്ന സമയത്ത് അന്ന് ലക്ഷ്മിയും ഉണ്ടായിരുന്നു, അംബികയും വന്നിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി അവൾക്ക് ആവശ്യമുള്ള എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതാണ്. അവൾ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ 2 സ്റ്റാഫിനെ കൂടെ വിളിക്കും. അവരുമായിട്ട് അവിടെയുള്ള എല്ലാ സെക്ഷനും കയറി ഇറങ്ങി നടക്കുകയാണ് അവളുടെ ജോലി. അന്ന് അമ്മയും കൊണ്ടാണ് അവൾ നടന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെ മാനേജർ വന്ന് വിളിച്ചു. പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു VVIP കസ്റ്റമർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗാർമെൻറ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഞാൻ തന്നെ നോക്കി ഉറപ്പുവരുത്താൻ വേണ്ടിയായിരുന്നു ഞാൻ ചെന്നത്. അന്ന് ആദിശേഷം ജ്വല്ലറിയിൽ പോയിരിക്കുകയായിരുന്നു. ഞാൻ മെറ്റീരിയൽസ് എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് മോളെ വീണ്ടും കാണുകയാണ് നമ്മുടെ ഷോപ്പിൽ വെച്ച്. കൂടെ അച്ഛൻ എന്ന് പറയുന്ന ആളും അമ്മയും ഉണ്ടായിരുന്നു. അവർ മോളെ നന്നായി തന്നെ നോക്കുന്നതെന്ന് നിങ്ങളുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് തോന്നി. നിങ്ങളെ കണ്ടപ്പോൾ മാനേജർ പറഞ്ഞു, സാർ ലക്ഷ്മി മാഡം അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു കാണിച്ചു തന്നു. എനിക്കത് ലക്ഷ്മിയല്ല എന്ന് മനസ്സിലായത് വസ്ത്രത്തിലൂടെയും പിന്നെ മുടിയിലൂടെയുമാണ്. ഞാൻ കുറേ നേരം നോക്കി. മാനേജർക്കൊപ്പം പോയി ഞാനെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആദിലക്ഷ്മി സ്റ്റാഫിൻ്റെ ഒപ്പം മോളുടെ അടുത്ത് നിന്ന് കുറച്ച് മാറി തന്നെ ഉണ്ടായിരുന്നു. 2 പേരെയും ആദ്യമായിട്ട് ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകളെപ്പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. അത്രയും സാമ്യം തോന്നി. ശരിക്കും എനിക്ക് ഇങ്ങനെ ഒരു സാമ്യമുള്ള 2 വ്യക്തികൾ ഉണ്ടാകുമോ എന്ന് സംശയം തോന്നി. പക്ഷേ അന്ന് യാദൃച്ഛികമായിട്ട് ഞാൻ മോളെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മോളുടെ അച്ഛൻ മോളുടെ കൈ പിടിച്ചുകൊണ്ട് പോകാം എന്ന് പറഞ്ഞ് തിരക്ക് കൂട്ടുന്നത് കാണുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്താണെന്നറിയാൻ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവരുടെ നോട്ടം, അതായത് മോളുടെ അച്ഛൻ്റെയും അമ്മയുടെയും നോട്ടം അംബികയിലും ലക്ഷ്മിയിലുമായിരുന്നു. മോള് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ എടുത്ത് കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ മോള് പറയുന്നുണ്ട്. അച്ഛനും അമ്മയും വല്ലാതെ വെപ്രാളപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നി. അവർ മുഴുവൻ സമയം നോക്കിയത് ഷോപ്പിൽ നിന്നും ഇറങ്ങുമ്പോൾ എല്ലാം അവർ തിരിഞ്ഞ് നോക്കിയത് ലക്ഷ്മിയായിരുന്നു. ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് അവരോട് മോള് പിണങ്ങുന്നുണ്ടെങ്കിലും അവർ വല്ലാതെ ഡിസ്റ്റർബായിരുന്നു എന്ന് എനിക്ക് തോന്നി. അവിടെ നിന്നാണ് എനിക്ക് സംശയം തോന്നാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ രാജേന്ദ്രൻ നായരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ഒരാളെ ഏർപ്പാടാക്കി. അവിടെ നിന്ന് എനിക്ക് മനസ്സിലായത്, അന്ന് അംബികയെ അഡ്മിറ്റാക്കിയ ആ സമയത്ത് ആ ഹോസ്പിറ്റലിൽ രാജേന്ദ്രൻ നായരുടെ ഭാര്യ മായയെയും അതേ ലേബർ റൂമിൽ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അതെല്ലാം കൂടിയായപ്പോൾ എനിക്ക് ശരിക്കും സംശയം ഒന്നുകൂടി കൂടി. പിന്നെ അന്വേഷിച്ച് വന്നപ്പോഴാണ്
അവിടുത്തെ ഒരു സ്റ്റാഫിനെ ഞാൻ ഏർപ്പാടാക്കിയ ആൾ ചെന്ന് കാണുകയും അവരുടെ ഡെലിവറി എടുത്ത ഡോക്ടറെക്കുറിച്ച് അന്വേഷിക്കുകയും എല്ലാം ചെയ്തു. അപ്പോൾ എനിക്കറിയാലോ അംബികയുടെ ഡെലിവറി എടുത്ത ഡോക്ടറുടെ പേര്. അന്വേഷണത്തിൽ മായയുടെയും അംബികയുടെയും ഡോക്ടർ ഒരാളാണ് എന്ന് തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ അതിൻ്റെ പുറകെയായിരുന്നു. അന്നുണ്ടായിരുന്ന ഡോക്ടറെ അന്വേഷിച്ചു, ഒരുപാട് അന്വേഷിച്ചു. അയാൾ എറണാകുളത്ത് മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒപ്പം ഉണ്ടെന്നറിഞ്ഞു. ഞാൻ പോയി കണ്ടു. കുറേ നേരം സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ ആരാണ് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ അയാളിൽ ചെറിയ വെപ്രാളവും പതർച്ചയും എല്ലാം എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ ഒരു കുഞ്ഞു ഭീഷണി കൂടിയായപ്പോൾ, അതായത് ഒരു പേടിപ്പിക്കൽ കൂടിയായപ്പോൾ അയാൾ സത്യം പറഞ്ഞു. അയാളുടെ മനസ്സിൽ എപ്പോഴും ഒരു വിങ്ങലായിട്ടുണ്ടായ കാര്യമാണ് എന്ന് പറഞ്ഞു. അയാൾ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത്. അത് അയാൾ ഓർത്തിരിക്കാനുള്ള കാരണം ആദ്യമായിട്ടാണ് അവരുടെ ഹോസ്പിറ്റലിൽ നിന്നും ഇരട്ട കുട്ടികളിൽ ഒരാളെ കാണാതാവുന്നത് ഞങ്ങളെ കാണിക്കാൻ വേണ്ടി ഡെലിവറി കഴിഞ്ഞ് കുട്ടികളെ തുടയ്ക്കാനായിട്ട് കൊണ്ടുപോയതാണ്. അവിടെ വെച്ച് ഒരാളെ തുടച്ചു മാറ്റി. ആ സമയത്ത് 2 പേരായതുകൊണ്ട് NICUവിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കാണിച്ചിട്ട് മാറ്റാൻ വേണ്ടിയാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് NICUവിലേക്ക് പോയപ്പോൾ മറ്റേ കുഞ്ഞിനെ വേറൊരു നേഴ്സ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ലേബർ റൂമിൻ്റെ മുന്നിൽ എന്തൊക്കെയോ ബഹളം കേട്ട് ആ സ്ത്രീ പുറത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്നാ പറഞ്ഞത്. ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും എന്തു ചെയ്യണമെന്നറിയാതെ വെപ്രാളപ്പെട്ടു പോയി. കാരണം അവരുടെ ഹോസ്പിറ്റലിൻ്റെ ഇമേജിനെ ബാധിക്കുന്ന കാര്യമായിരുന്നു. അങ്ങനെ അവർ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെ അറിയിച്ചപ്പോൾ അവർ ഈ ന്യൂസ് പുറത്തു വരാതിരിക്കാനായിട്ട് ചെയ്ത കാര്യമാണ്. ആ സമയം അവിടെ വെച്ച് പ്രസവത്തിൽ മരിച്ച ഒരു കുഞ്ഞിൻ്റെ ബോഡി ഞങ്ങളുടെ മകളാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കാണിച്ച് തലയൂരി അവരുടെ ഹോസ്പിറ്റലിൻ്റെ ഇമേജിനെ രക്ഷിച്ചു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതയാൾ പറഞ്ഞതിൽ എനിക്ക് സത്യമാണെന്ന് തോന്നി. ഞാനും ആകെ വല്ലാതായിപ്പോയി. ഞങ്ങളുടെ മകളായിരിക്കും, ഞങ്ങളുടെ മകളെ രാജേന്ദ്രൻ നായർ എടുത്തുകൊണ്ടുപോയി എന്നൊക്കെയാണ് ഞാൻ ആ സമയം ചിന്തിച്ചു കൂട്ടിയത്. കാരണം എൻ്റെ മകളുടെ അതേ മുഖച്ഛായുള്ള കുഞ്ഞ്. പിന്നെ അംബികയെ കണ്ടപ്പോൾ എന്തിന് രാജേന്ദ്രൻ നായർ വെപ്രാളപ്പെട്ടു? ഇതെല്ലാം കൂടിയായപ്പോൾ എനിക്ക് അയാളെ കാണണമെന്ന് തോന്നി. അങ്ങനെ എറണാകുളത്ത് നിന്ന് ഡോക്ടറെ കണ്ട് ഞാൻ നേരെ വന്നത് രാജേന്ദ്രൻ നായർ വർക്ക് ചെയ്യുന്ന വില്ലേജ് ഓഫീസിലേക്കാണ്. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഹൈപ്പ് ചെയ്യുകയും കൂടി ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.